ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ പ്രത്യേക റിപ്പോർട്ട് നൽകാനുള്ള നീക്കത്തിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിന്മാറി. റിവ്യൂ ഹർജിക്കോ റിപ്പോർട്ടിനോ ഇപ്പോൾ പ്രസക്തിയില്ലെന്ന് ബോർഡ് അംഗം KP ശങ്കരദാസ് വ്യക്തമാക്കി. കോടതി വിധി നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ബോർഡിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം ബോർഡ് വടി കൊടുത്ത് അടി വാങ്ങരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞിരുന്നു. വിവരങ്ങളുമായി കിരൺ ബാബു ചേരുന്നു. കിരൺ, എന്താണ് ഇപ്പോഴുള്ള ഈ മലക്കം മറിച്ചിലിന് കാരണമായ ഘടകങ്ങൾ? ഗോപി, തുടക്കം മുതൽ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടില്ല. ആദ്യം ഇതിൽ പുനഃപരിശോധന ഹർജി നൽകും എന്ന് പറഞ്ഞു, പിന്നീട് പുനഃപരിശോധന ഹർജി നൽകില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് വീണ്ടും യോഗം ചേർന്നിട്ട് ഇത് പുനഃപരിശോധന ഹർജിയാണോ നൽകുമോ ഇല്ലയോ എന്ന് വ്യക്തമായി പറയാതെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറഞ്ഞു. ഈ റിപ്പോർട്ട് എന്നാൽ ഏത് തരത്തിലാണ് സമർപ്പിക്കുന്നത്, ഏത് നിയമ നടപടികളിലൂടെയാണ് സമർപ്പിക്കുന്നതിന് ബോർഡിന് കൃത്യമായ ഉത്തരവില്ലായിരുന്നു. ബോർഡിന് ലഭിച്ച നിയമോപദേശം ഇത്തരം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചാൽ സ്വാഭാവികമായും അത് കോടതി അലക്ഷ്യമാകാൻ സാധ്യതയുണ്ട്, ബോർഡിന് നേരെ പിഴയടക്കം വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു നിയമോപദേശം ലഭിക്കുമ്പോഴും ബോർഡ് നിയമോപദേശം തേടുകയാണ് എന്ന മട്ടിലാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇത് തുറന്നു പറയാനുള്ള പ്രധാന കാരണം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, ബോർഡ് വടി കൊടുത്ത് അടിമേടിക്കരുതെന്ന്. ഇങ്ങനെ ഒരു റിപ്പോർട്ടുമായി സുപ്രീം കോടതി ചെന്നാൽ എന്താവും അവസ്ഥയെന്ന് അനുഭവമെന്ന് അവർക്ക് അറിയുമല്ലോ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതോടെയാണ് ബോർഡ് ഇപ്പോൾ തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നത്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ ബോർഡിനാവില്ല എന്ന്. ബോർഡിന്റെ അഭിഭാഷകനായി മനു അഭിഷേക് സിംഗിയെ ലഭിക്കുമെന്നും അദ്ദേഹവുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നുമാണ് നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം അഭിഷേക് സിംഗ് പറഞ്ഞത് താനുമായി ബോർഡ് ഇതുവരെ ഔദ്യോഗികമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ്. ഇപ്പോൾ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ കോൺഗ്രസിന് വേണ്ടി പ്രയാർ ഗോപാലകൃഷ്ണൻ പുനഃപരിശോധന ഹർജി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഹർജി അങ്ങനെ നൽകുകയാണെങ്കിൽ ഇതിൽ മനു അഭിഷേക് സിംഗ് ആയിരിക്കും കോൺഗ്രസിന് വേണ്ടി ഹാജരാകുമെന്നും സൂചനകളുണ്ട്. എന്തായാലും ബോർഡിന് ഇതുവരെ കൃത്യമായ അഭിഭാഷകനെ അടക്കം ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു ഹർജി നൽകുന്നില്ല, അല്ലെങ്കിൽ റിപ്പോർട്ട് നൽകുന്നില്ല എന്ന് ബോർഡ് തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. കിരൺ, ആദ്യമേ പറഞ്ഞിരുന്നതാണ് 19 റിവ്യൂ ഹർജികൾ. ഈ റിവ്യൂ ഹർജികളിലും വാദം കേൾക്കുകയാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ നിലപാട് കൂടി അറിയിക്കേണ്ടി വരും. അപ്പോൾ വേറൊരു റിപ്പോർട്ടിന്റെ സാധുത എന്തെന്ന് നിയമോപദേശം തേടുമെന്നാണ് ആദ്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണോ ഈ നിലപാട്, അതോ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ നിലപാടിന്റെ തുടർച്ച മാത്രമാണോ? നേരത്തെ തന്നെ ബോർഡിന് ലഭിച്ച നിയമോപദേശങ്ങളെല്ലാം തന്നെ ഇത്തരം ഒരു തീരുമാനമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന മട്ടിലായിരുന്നു. എന്നാൽ ശബരിമലയിലെ സംഘർഷം കൂടി കണക്കിലെടുത്താവണം ബോർഡ് ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിക്കാതെ ഞങ്ങൾ ആചാരങ്ങൾ സംരക്ഷിക്കും, വിശ്വാസികൾക്കൊപ്പമാണ്, ഞങ്ങൾ ഈ കേസിൽ ഇടപെടും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഏത് തരത്തിൽ ഇടപെടുമെന്നാൽ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് 2 ബോർഡ് യോഗത്തിനിടയ്ക്ക് പലതവണ മാധ്യമങ്ങളെ കണ്ട ബോർഡ് പ്രസിഡന്റ് കൃത്യമായ ഉത്തരവുണ്ടായിരുന്നില്ല. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ എന്താവും ഇങ്ങനെ ഒരു തീരുമാനം റിപ്പോർട്ട് നൽകിയാൽ എന്താവും അവസ്ഥ എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ മറുപടി മുഖ്യമന്ത്രി തന്നെ നൽകി കഴിഞ്ഞു. ഇത് കൃത്യമായി ബോർഡിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. ബോർഡിന്റെ ചാഞ്ചാട്ട നിലപാടുകൾ സർക്കാരിന്റെ കടുത്ത അതിർത്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇടതുപക്ഷ മുന്നണി സർക്കാർ നിശ്ചയിച്ച ബോർഡിനെതിരെ പരസ്യമായ ഒരു വിമർശനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ തയ്യാറായത്. ഈ സാഹചര്യത്തിലാണ് ബോർഡ് കൃത്യമായും ഇനി ഇങ്ങനെ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകില്ല, അല്ലെങ്കിൽ റിപ്പോർട്ട് നൽകില്ല എന്നത് തുറന്നു പറയാൻ തയ്യാറായത്. കിരണാണ് വിവരങ്ങൾ നൽകിയത്. ദേവസ്വം ബോർഡിന്റേത് ദൗർഭാഗ്യകരമായ തീരുമാനമാണെന്ന് അയ്യപ്പ ധർമ്മസമിതി നേതാവ് രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. വളരെ ദൗർഭാഗ്യകരമാണ്. ശബരിമലയുടെ കാശ് കൈകാര്യം ചെയ്യുന്നത് അവരാണ്. ദേവസ്വം ബോർഡ് കുറെ കൂടെ ശക്തിയുക്ത നിലപാടെടുക്കണമെന്നാണ് സഖാവ് പിണറായി വിജയൻ അവരുടെ നിലപാടുകൾ വളരെ ദൗർഭാഗ്യകരമാണ്. ദേവസ്വം ബോർഡ് അങ്ങനെയല്ല, നിരീശ്വരവാദികളുടെ ബോർഡ് ആകരുത്, അവിശ്വാസികളുടെ ബോർഡ് ആകരുത്. ശബരിമല യുവതീ പ്രവേശന വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം സമാപിച്ചു. DGPയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഉച്ചയ്ക്ക് ശേഷം SP-മാരുടെ യോഗം DGP വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതേസമയം പ്രളയത്തിൽ വീടുകൾ തകർന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അരുൺ ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് ഈ 2 വിഷയങ്ങളിലും ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗോപി, മുഖ്യമന്ത്രിയും DGPയുമായുള്ള കൂടിക്കാഴ്ച അവസാനിച്ചു. ശബരിമലയിൽ നടത്തുന്ന സമയത്തുണ്ടായ ശബരിമലയിൽ നിരക്കിലുണ്ടായ വിഷയങ്ങൾ, സംഘർഷത്തിന്റെ കാരണമൊക്കെ DGP മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. അടുത്ത മാസം മണ്ഡല കാലം തുടങ്ങുകയാണ്, അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കാൻ നിർദ്ദേശവും മുഖ്യമന്ത്രി DGPക്ക് നൽകിയിട്ടുണ്ട്. നേരത്തെ വലിയ വിമർശനം പോലീസിന്റെ നടപടിക്കെതിരെ ഉയർന്നിരുന്നു. അക്കാര്യങ്ങൾ DGP മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചതാണ് അറിയുന്നത്. DGP മാത്രമാണ് ഈ കൂടിക്കാഴ്ചയിൽ പോലീസിന്റെ ഭാഗത്ത് പങ്കെടുത്തത്. നേരത്തെ 3 ജില്ലകളിലെ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ SP-മാർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ അവർ പങ്കെടുത്തില്ല. പകരം ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് മറ്റൊരു യോഗം ചേരുകയാണ്. DGP SP-മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ശബരിമല ക്രമീകരണങ്ങൾ, എന്തെല്ലാം നടപടികളാണ് വേണ്ടതെന്ന കാര്യം ഈ യോഗത്തിൽ തീരുമാനമുണ്ടാകും. അതിനുശേഷം ഒരുപക്ഷെ DGP മാധ്യമങ്ങളെ കണ്ടേക്കും. മറ്റു പ്രധാനപ്പെട്ട കാര്യം മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ക്ഷേത്രപ്രവേശന വിളംബര വാർഷികം നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബര വാർഷികം. ഇത് വിപുലമായി ആഘോഷിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ശബരിമല വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണത്. പ്രത്യേകിച്ചും
ശബരിമല സ്ത്രീ പ്രവേശനം എന്ന വിഷയം വന്നപ്പോൾ തന്നെ സർക്കാർ ഏറ്റവും അധികം ഉദാഹരിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷമുണ്ടായ സുപ്രധാന വിധി എന്നാണ്. അന്ന് അവർണർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശം നേടിക്കൊടുത്ത വിളംബരമായിരുന്നു അത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാനുള്ള ആ ഒരു വിവേചനം ഇല്ലാതാക്കിയ വിധിയായാണ് സുപ്രീം കോടതി വിധിയെ സർക്കാർ ഉയർത്തിക്കാട്ടിയത്. അതിന്റെ ഭാഗമായാണ് ക്ഷേത്രപ്രവേശന വിളംബരവുമായി താരതമ്യം ചെയ്ത് ആ വിധിയെ സർക്കാരും CPM-ഉം ഉയർത്തിക്കാട്ടിയത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി ക്ഷേത്രപ്രവേശന വിളംബര വാർഷികം വിപുലമായി സർക്കാർ ആഘോഷിക്കും. എല്ലാ ജില്ലകളിലും ഓരോ ജില്ലകൾക്കും ഓരോ മന്ത്രിമാർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. നേരത്തെ CPM-ഉം ക്ഷേത്രപ്രവേശന വിളംബര വാർഷികം ആഘോഷിക്കാൻ തീരുമാനമെടുത്തിരുന്നു. മറ്റൊരു തീരുമാനം മന്ത്രിസഭാ യോഗത്തിലുണ്ടായത് ഈ പ്രളയ ദുരിതാശ്വാസ ബന്ധപ്പെട്ട കാര്യങ്ങൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകി. പ്രത്യേകിച്ചും വീടുകൾ തകർന്നവർക്കുള്ള ധനസഹായ വിതരണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകി. ഇതിന്റെ മാനദണ്ഡവും സർക്കാർ തീരുമാനിച്ചു. വിദഗ്ധരുൾപ്പെട്ട സമിതിയാണ് ഇതിനായിട്ട് റവന്യൂ വകുപ്പ് ചുമതലപ്പെടുത്തിയിരുന്നത്. ആ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 15% മുകളിൽ വീടുകൾക്ക് കേടുപാട് സംഭവിച്ചവർക്കാണ് ധനസഹായം നൽകുക. അത് പ്രാഥമികമായ ധനസഹായമാണ്, ചുരുങ്ങിയ സഹായമാണ്. 10,000 രൂപ വരെ ഇത് ലഭിക്കും. 75% മുകളിൽ വീട് തകർന്നവർക്ക്, വീട് പൂർണ്ണമായും തകർന്നു എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയവർക്ക് ധനസഹായം നൽകും. 4 ലക്ഷം രൂപ വരെയാണ് ഇവർക്ക് സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം ലഭിക്കുക. ഇതിനുള്ള മാനദണ്ഡത്തിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ധനസഹായ വിതരണ നടപടികൾ വേഗത്തിലാക്കാനും മന്ത്രിസഭാ യോഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗോപി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. യുവതികളുടെ സന്ദർശനത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, എന്തൊക്കെയാണ് ഹർജിയിൽ ആവശ്യം? എന്താണ് ഇന്നുണ്ടായ നിയമ നടപടി? ഗോപികൃഷ്ണൻ, ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ഹർജിയിലാണ് ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയത്. രഹന ഫാത്തിമയുടെ സന്ദർശനത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ഹർജിക്കാർ ആരോപിക്കുന്നു. ഇതിൽ IG-മാരായ ശ്രീജിത്ത്, മനോജ് എബ്രഹാം എന്നിവരുടെ പങ്ക് അന്വേഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. ശബരിമല സന്ദർശനത്തിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് 2 അഭിഭാഷകർ ഉൾപ്പെടെ 4 യുവതികൾ നൽകിയ ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. ഈ ഹർജിയിലും സർക്കാരിന്റെ വിശദീകരണമാണ് ഹൈക്കോടതി തേടിയിട്ടുള്ളത്. അയ്യപ്പ ഭക്തരായ തങ്ങൾക്ക് സുപ്രീം കോടതി വിധി പ്രകാരം ശബരിമല പ്രവേശനത്തിന് അവകാശമുണ്ട്. ശബരിമലയിൽ പ്രവേശിക്കാൻ എത്തുന്ന യുവതികൾക്ക് സംരക്ഷണം നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവുള്ളതായും ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. സംരക്ഷണം ആവശ്യപ്പെട്ട് പോലീസ് മേധാവിക്ക് ഇവർ അപേക്ഷ നൽകിയതായും ഹർജിക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ചെയർമാൻ, തന്ത്രി, പന്തളം കൊട്ടാരം പ്രതിനിധി എന്നിവരെയും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും എതിർകക്ഷികളാക്കിയാണ് ഹർജി നൽകിയിട്ടുള്ളത്. ഈ ഹർജിയും പരിഗണിക്കുന്നതിന് വേണ്ടി തിങ്കളാഴ്ചത്തേക്ക് ഹൈക്കോടതി മാറ്റി. CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. CBI തലപ്പത്തെ മാറ്റത്തിന് പിന്നാലെ ഉദ്യോഗസ്ഥർക്ക് വ്യാപകമായ സ്ഥലമാറ്റം. രാകേഷ് അസ്താനയ്ക്കെതിരെ കേസന്വേഷിച്ച ഉദ്യോഗസ്ഥനടക്കം 14 പേരെയാണ് സ്ഥലം മാറ്റിയത്. മുൻ ഡയറക്ടർ അലോക് വർമ്മയെ പിന്തുണയ്ക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ് സ്ഥലമാറ്റം. ചുമതല മാറ്റിയതിനെതിരെ അലോക് വർമ്മ സുപ്രീം കോടതിയെ സമീപിച്ചു. ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കും. റഫേൽ അഴിമതി അടക്കമുള്ള വിഷയങ്ങൾ CBI അഴിച്ചുപണിക്ക് പിന്നിലുണ്ടെന്ന് അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ആരോപിച്ചു. And has appointed one Mr. Nageshwar Rao as the acting director, despite the fact that Nageshwar Rao had several serious complaints against him, which were inquired into by the present director, by the Mr. Alok Verma, who had apparently recommended his removal from the CBI as well as his prosecution. Now we are certainly going to challenge all this. Our petition hopefully should be filed by tomorrow. But meanwhile, we learned today that the Mr. Alok Verma has himself filed a petition in the Supreme Court regarding some of these things, which was mentioned today before the Chief Justice, and the Chief Justice has directed that it will be heard day after tomorrow. അഭിലാഷ് ചേരുന്ന വിവരങ്ങളുമായി. അഭിലാഷ്, ഈ CBI ചേരിപ്പോരിൽ ആരുടെ കൂടിയാണെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. മറ്റുള്ളവർക്കെതിരെ നടപടി വരുന്നു. അതൊരു ഭാഗത്ത്. മാത്രമല്ല, ഈ നടപടി ഇപ്പോൾ കോടതിയിലേക്കും എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ഗോപികൃഷ്ണൻ, CBIയിലെ അഴിച്ചുപണി കൊണ്ടും കേന്ദ്ര സർക്കാരിന്റെ തലവേദന ഒഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ചുമതല നൽകിയിട്ടുള്ള നാഗേശ്വര റാവുവിനെതിരെ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം അടുത്ത ദിവസം തന്നെ ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഉദ്യോഗസ്ഥനാണ് രാകേഷ് റാവു എന്നാണ് ഇപ്പോൾ പ്രശാന്ത് ഭൂഷൺ പറയുന്നത്. അതേസമയം CBI ഡയറക്ടറായിരുന്ന അലോക് കുമാർ വർമ്മ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തന്റെ പദവി മാറ്റിയതിനെതിരെയാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അത് മറ്റൊന്ന്
മറ്റന്നാൾ വെള്ളിയാഴ്ചയാണ് സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ വാദം പരിഗണിക്കാനിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് വലിയ അഴിച്ചുപണിയാണ് ഇപ്പോൾ CBIക്കകത്ത് നടത്തിയിട്ടുള്ളത്. പുതിയ ചുമതല നാഗേശ്വർ റാവുവിന് നൽകിയെന്നതിനെ കൂടാതെ തന്നെ അലോക് വർമ്മയുടെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ ഒന്നടങ്കം സ്ഥലം മാറ്റിയിരിക്കുകയാണ്. 14ഓളം ഉദ്യോഗസ്ഥരെയാണ് ഇങ്ങനെ സ്ഥലം മാറ്റിയിട്ടുള്ളത്. ഈ ഉദ്യോഗസ്ഥരാകട്ടെ സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന രാകേഷ് അസ്താനയ്ക്കെതിരായ അന്വേഷണത്തിന് നേതൃത്വം നൽകിയവരുമാണ്. ഇത്തരത്തിൽ ഗുരുതരമായ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോഴും CBIയുടെ തലപ്പത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ വലിയ വിമർശനങ്ങൾക്ക് ഇനിയും മറുപടി നൽകേണ്ട പശ്ചാത്തലമാണുള്ളത്. പ്രത്യേകിച്ച് സ്പെഷ്യൽ ഡയറക്ടറായി അസ്താനയെ നിയമിച്ചത് അദ്ദേഹത്തിന് അമിത്ഷായിലും പ്രധാനമന്ത്രിയിലുമുള്ള രാഷ്ട്രീയ സ്വാധീനം മുൻനിർത്തിയാണ് എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ഉന്നയിക്കപ്പെട്ടിരുന്നത്. ആ അസ്താന തന്നെയാണ് ഇപ്പോൾ 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന കേസിൽ പ്രതി ചേർക്കപ്പെട്ടത്. അതിനെതിരെ അദ്ദേഹം ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും FIR റദ്ദാക്കാൻ കോടതി തയ്യാറായിരുന്നില്ല. എന്നാൽ അസ്താനയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തരുത് എന്നും കോടതി പറയുകയുണ്ടായി. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട കേസ് വീണ്ടും തിങ്കളാഴ്ചയാണ് കോടതി പരിഗണിക്കാനിരിക്കുന്നത്. നിയമ നടപടികളിലേക്ക് ഈ വിഷയം കടക്കുന്നു എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന് വലിയ തലവേദനയായി മാറുന്നത്. പ്രത്യേകിച്ച് ഇത്തരം ഉന്നത അന്വേഷണ ഏജൻസികളുടെ രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റാന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യത തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് പണമുണ്ടെങ്കിൽ ഏതൊരാൾക്കും എത്ര വലിയ കുറ്റകൃത്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും എന്നതിൻ്റെ തെളിവായി ഇത് മാറുന്നു എന്ന് കോൺഗ്രസ് വലിയ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇതിന് ആത്യന്തികമായി മറുപടി നൽകേണ്ടത്. റോയിലെ ഉദ്യോഗസ്ഥൻ അടക്കം അഴിമതി ആരോപണവും കൈക്കൂലി ആരോപണവും നേരിടുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ തന്നെ ഉന്നതമായ അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട വലിയ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനുള്ളത്. ഗോപികൃഷ്ണൻ. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രളയത്തെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ MLA-മാർക്കായി ആഡംബര ഫ്ളാറ്റ് നിർമ്മാണത്തിന് സർക്കാർ നീക്കം. 80 കോടി ചെലവിൽ 11 നില ഫ്ളാറ്റ് പണിയാനാണ് നീക്കം. ഇതിന് സിവിൽ ഏവിയേഷൻ അനുമതി നൽകി. സിവിൽ ഏവിയേഷൻ നൽകിയ അനുമതിയുടെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. പമ്പ ബ്ലോക്ക് ഇടിച്ചു നിർത്തിയാകും പുതിയ ഫ്ളാറ്റ് നിർമ്മിക്കുക. സജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. സജിത്ത്, ഈ സാഹചര്യത്തിൽ ഇത്തരം ഒരു ഫ്ളാറ്റ്, ഒരു ആഡംബര ഫ്ളാറ്റ്, അത് തന്നെയാണ് ഏറ്റവും വലിയ വാർത്തയും ചർച്ചയുമാവുന്നത്. എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? പമ്പ ബ്ലോക്കിലെ മുറികൾക്ക് വേണ്ടത്ര സൗകര്യമില്ലെന്നാണ് MLA-മാരുടെ പരാതി. 24 MLA-മാരും 16 മുൻ MLA-മാർക്കുമാണ് ഇവിടെ മുറികളുള്ളത്. ചില MLA-മാരുടെ ജീവനക്കാർക്കും ഇവിടെ സൗകര്യമുണ്ട്. നിയമസഭാ MLA ഹോസ്റ്റലിനുള്ളിലെ മറ്റ് ബ്ലോക്കുകൾക്ക് സമാനമായ സൗകര്യമില്ലെന്ന ഈ പരാതിയെ തുടർന്നാണ് പുതിയ വലിയ സൗകര്യങ്ങളുള്ള ഫ്ളാറ്റ് നിർമ്മിക്കാൻ പദ്ധതി ഒരുക്കിയത്. 2014 G. കാർത്തികേയൻ സ്പീക്കറായിരുന്ന കാലത്താണ് ഈ ഒരു പദ്ധതിയുടെ തുടക്കമിടുന്നത്. അന്ന് 10 കോടി രൂപ ഇതിനുവേണ്ടി വകയിരുത്തുകയും ചെയ്തു. തുടർന്ന് ചില എതിർപ്പുകൾ വന്നതിനെ തുടർന്ന് ഈ പദ്ധതി തന്നെ നിലച്ചുപോയി. പിന്നീട് പുതിയ സർക്കാർ നിലവിൽ വന്നതോടുകൂടിയാണ് 80 കോടി രൂപ ചെലവിലുള്ള പുതിയൊരു പദ്ധതിക്ക് രൂപം നൽകുന്നത്. 13 നിലകളിലായി ആദ്യം പദ്ധതിയിട്ട ഇത് പിന്നീട് അത് 11 നിലകളായി കുറച്ചുകൊണ്ടുള്ള ഈ പദ്ധതിക്ക് സിവിൽ ഏവിയേഷന്റെ അനുമതി ലഭിച്ചു. ഈ അനുമതി പത്രത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുമുണ്ട്. ഇതിൻ പ്രകാരം ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതായത് നിലവിലുള്ള പമ്പ ബ്ലോക്ക് പൂർണ്ണമായും പൊളിച്ചു മാറ്റിക്കൊണ്ട് 80 കോടി ചെലവിലുള്ള വലിയ സൗകര്യങ്ങളുള്ള കെട്ടിടം പണിയാനാണ് നീക്കം. 24 MLA-മാർക്കും വേണ്ടി മാത്രം സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയാണ് ഇത്ര വലിയൊരു സംവിധാനത്തിലേക്ക് സർക്കാർ പോകുന്നതാണ് വലിയ വിമർശനങ്ങൾക്ക് ഇടവച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 1990 പണിത കെട്ടിടമാണ് പമ്പ ബ്ലോക്ക്. 28 വർഷം മാത്രം പഴക്കമുള്ള ഈ കെട്ടിടം പൊളിച്ചു മാറ്റുന്ന രീതിയോടും വലിയ വിമർശനം ഉയരുന്നുണ്ട്. സ്പീക്കർ അല്പസമയം മുമ്പ് പ്രതികരിച്ചിരിക്കുന്നു. ഇത് വിവാദമായതിനെ തുടർന്ന് ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ബഹുമാന്യനായ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ അങ്ങേയറ്റത്തെ അനുചിതമായ നടപടിയായിപ്പോയി. വിശ്വാസികളുടെ മേലുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. പന്തളം രാജകൊട്ടാരത്തെയും തന്ത്രികളെയും മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തെയും ലോകമെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികളുടെയും നേർക്കുള്ള ഒരു കടന്നാക്രമണമാണ് മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയത്. അത് മുഖ്യമന്ത്രിയുടെ പദവിക്ക് ചേർന്ന നടപടിയാണോ എന്ന് അദ്ദേഹം തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ആൾക്കൂട്ടത്തിൻ്റെ കയ്യടിയുടെ അടിസ്ഥാനത്തിലല്ല, പാർട്ടി പ്രവർത്തകരുടെ കയ്യടിയുടെ അടിസ്ഥാനത്തിലല്ല മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന പോലെയാണ്
മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പത്രസമ്മേളനവും പത്തനംതിട്ടയിലെ പ്രസംഗവും നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ഇദ്ദേഹം ദേവസ്വം ബോർഡിനെയും വളരെ നിശ്ചിതമായിട്ടാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. എന്ത് വില കൊടുത്തും ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കപ്പെടണമെന്നുള്ള തൻ്റെ ഉത്തരവ് നടപ്പാകാതെ പോയതിലുള്ള അമർഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. തന്ത്രിയുടെയും പന്തളം കൊട്ടാരത്തിൻ്റെയും കടുത്ത നിലപാടുകൾ കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവരുടെ നേർക്ക് മേക്കിട്ട് കയറുന്നത്. ദേവസ്വം ബോർഡ് തൻ്റെ വരുതിക്ക് വരുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് അവർക്ക് നേരെ വീണ്ടും ഭീഷണി ഉയർത്തുന്നത്. പോലീസിൻ്റെ വേഷം ഇടിവിച്ച് വൻ പോലീസ് സന്നാഹത്തോടെ നടപ്പന്തൽ വരെ യുവതികളെ എത്തിച്ചിട്ടും 18ാം പടി കയറ്റാൻ കഴിയാതെ പോയതിൻ്റെ ഉത്തരവാദിത്വം തന്ത്രിക്കാണ് എന്നുള്ളത് കൊണ്ട് ആ രോഷം തന്ത്രിയുടെ മേൽ പ്രയോഗിക്കുകയാണ് ഉണ്ടായത്. നമുക്കറിയാവുന്നതുപോലെ അതേ രൂപത്തിൽ പോലീസിന് അവരെ തിരികെ കൊണ്ടുവരേണ്ടി വന്നു. അത് നേതൃത്വം കൊടുത്ത IG ഇന്നലെ അയ്യപ്പ സന്നിധിയിൽ പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടു. ക്ഷേത്രത്തിലെ പൂജകളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ അവസാന വാക്ക് തന്ത്രി തന്നെയാണ്. അത് നിരവധി കോടതി വിധികൾ അംഗീകരിച്ചിട്ടുള്ളതാണ്, സുപ്രീം കോടതിയും അംഗീകരിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ എല്ലാം വെർഡിക്റ്റിൻ്റെ എല്ലാം കോപ്പി എൻ്റെ കയ്യിലുണ്ട്. 1993 സുപ്രധാനമായ ഒരു കേസിൽ ബഹുമാനപ്പെട്ട കോടതി വളരെ വ്യക്തമായി, ഹൈക്കോടതി തന്നെ ജസ്റ്റിസ് പരിപൂർണന്റെയും KB മാരാരുടെയും വിധിയിൽ വളരെ വ്യക്തമായി പറയുന്നത്, മെമ്പേഴ്സ് ഓഫ് ദ താഴമൺ ഇല്ലം ആർ ദ ഹെറിഡിറ്ററി തന്ത്രീസ് ഓഫ് ദ ശബരിമല temple. The present Tantri is in Neelakandaru and he is the final authority to take decision on any issue with regard to the religious practices and customs as well as the rituals and pujas in Sabarimala. എന്ന് തുടങ്ങുന്ന വിധിന്യായം 91 ഗോപാലകൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന വിധിയിലും 99 ആദ്യത്തെ ഞാൻ പറഞ്ഞത് 1993 രണ്ടാമതായി ഞാൻ ഉദ്ധരിക്കുന്ന 1999 ഗോപാലകൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന വിധി ഹൈക്കോടതി. അത് ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോയപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. നൺ എക്സെപ്റ്റ് ദ തന്ത്രി ഗീവ്സ് എനി വോയിസ് ഇൻ ദ സ്പിരിച്വൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ടെമ്പിൾ and that voice alone will prevail in such matters. Supreme Court vidiyana. This practice of the religion by denomination including customs, practice and rituals is therefore preserved in its entity and there is no tampering within the manner of whatsoever. Supreme Court vidiyana. ശബരിമലയുടെ ആചാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് തന്ത്രിയുടെ പരമാധികാരമാണ്. പൂജാവിധികളുടെ കാര്യത്തിലും ക്ഷേത്ര നടത്തിപ്പിൻ്റെ കാര്യത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രികളുടെ പരമാധികാരമാണ്. ഇവിടെ തന്ത്രി, ഏത് തന്ത്രിയാണെങ്കിലും വിഗ്രഹ പ്രതിഷ്ഠ നടത്തുന്നത് തന്ത്രിയാണ്. ആ തന്ത്രി പിതൃസ്ഥാനീയനായി നമുക്ക് വിലയിരുത്താൻ കഴിയും. ദേവസ്വം കേരള അങ്ങനെ അയ്യപ്പ പ്രതിഷ്ഠയുടെ പിതൃസ്ഥാനീയൻ ആരാണ്? താഴമൻ തന്ത്രികളായിരുന്നു. ഈ കേസിൽ പരാമർശിച്ചുള്ള നീലകണ്ഠര് ആയിരുന്നു ആദ്യത്തെ തന്ത്രി. അതിനു മുമ്പ് വേറെ തന്ത്രിമാരുണ്ടാക്കി ഈ കേസുമായി ബന്ധപ്പെട്ട്. അതിനുശേഷം വന്ന ഗോപാലകൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന വിധിയിൽ സുപ്രീം കോടതിയുടെ വിധിന്യായമാണ് ഞാനിവിടെ പറഞ്ഞത്. പൂജാതി കർമ്മങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും
അവസാന വാക്ക് തന്ത്രികൾ തന്നെയാണ്. ശബരിമലയുടെ കാര്യത്തിൽ മഹേന്ദ്രൻ വേഴ്സസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, അതാണ് ഞാൻ 93 എന്ന് പറഞ്ഞത്. ആ കേസിലും വളരെ വ്യക്തമായി പറയുന്നുണ്ട്, തന്ത്രികളാണ് ഈ ദേവസ്വത്തിൻ്റെ, ഈ ശബരിമലയുടെ റിച്വൽസിൻ്റെ കാര്യത്തിലും കസ്റ്റംസിൻ്റെ കാര്യത്തിലും പൂജാവിധികളുടെ കാര്യത്തിലും എല്ലാം അന്തിമ വാക്ക് എന്ന് പറയുന്നുണ്ട്. താഴമൻ കുടുംബമാണ് ശബരിമലയിലെ പരമ്പരാഗത തന്ത്രി കുടുംബമെന്നും ശബരിമല ക്ഷേത്രത്തിലെ ആത്മീയ അനുഷ്ഠാനങ്ങളുടെയും ആചാരങ്ങളുടെയും അവസാന വാക്ക് തന്ത്രിയുടേതാണെന്നും ദേവസ്വം ബോർഡ് കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഈ മഹേന്ദ്രൻ കേസിലെ ദേവസ്വം ബോർഡ് കൊടുത്ത അഫിഡവിറ്റിലും പറയുന്നുണ്ട്. ഹൈക്കോടതി അത് അംഗീകരിച്ചു. ആ സത്യവാങ്മൂലത്തിൽ ഇപ്പോഴും ദേവസ്വം ബോർഡ് ഉറച്ചു നിൽക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി തന്ത്രിക്ക് എന്താ അവകാശമെന്ന് ചോദിക്കാൻ എന്ത് കാര്യമാണ്? ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട CK രാജൻ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിലും ക്ഷേത്രത്തിലെ ആചാരബദ്ധമായ കാര്യങ്ങളിൽ തന്ത്രിയുടെ വാക്കാണ് അവസാന വാക്കെന്ന് വിധിച്ചിട്ടുണ്ട്. നിരവധി കോടതികളുടെ വിധികൾ ഇക്കാര്യത്തിലുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളിൽ പരമാധികാരമെന്ന വിധി എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ MP ഗോപാലകൃഷ്ണൻ നായർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസ് 2005 ആണ് സുപ്രീം കോടതി വിധിയും ഈ കാര്യത്തിൽ വന്നത്, അപ്പീൽ പോയത്. അതായത് മുണ്ടിന്റെ കോന്തലയിൽ താക്കോൽ കെട്ടി പോകുന്ന ജോലി മാത്രമല്ല തന്ത്രികൾക്കുള്ളതെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കണം. മുണ്ടിന്റെ കോന്തലയിൽ താക്കോൽ കൂട്ടം കെട്ടി നടക്കുന്ന ജോലി മാത്രമല്ല ഈ തന്ത്രിമാർക്കുള്ളത് എന്നുള്ള വസ്തുത അദ്ദേഹം സൗകര്യപൂർവ്വം മറന്നു പോവുകയാണ്. അവർക്ക് ക്ഷേത്ര കാര്യത്തിലും ഭരണകാര്യത്തിലും ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും മര്യാദകളും പാലിക്കുന്ന കാര്യത്തിലുമെല്ലാം തന്ത്രിക്കാണ് പരമാധികാരമെന്നാണ് ഈ കോടതി വിധികൾ, സുപ്രീം കോടതി വിധി വരെ വിധിച്ചിട്ടുള്ളത്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ നിലയിൽ ഉള്ളൊരു പരാമർശം തന്ത്രിമാരെ വളരെ മോശമായി അവരെ ചിത്രീകരിച്ചത് വളരെ തെറ്റായ, അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. 12 രാജാവ് അയ്യപ്പൻ്റെ പ്രതിസ്ഥാനീയനാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. അത് തെളിയിക്കണമെന്ന് ചോദിച്ചാൽ ഇനി ആർക്കീവ്സിലൊക്കെ പോകേണ്ട കാര്യമാണ്. നമുക്കറിയില്ല, നമ്മൾ വിശ്വസിക്കുന്ന അതാണ്. 12 വർഷക്കാലം 12 രാജാവ് എടുത്തു വളർത്തിയാണ് അയ്യപ്പനാണ് വിശ്വാസം. 12 കൊട്ടാരത്തിൽ നിന്നാണ് തിരുവാഭരണങ്ങൾ അവിടുന്ന് എത്തിയാൽ മാത്രമേ ശബരിമലയിലെ മകരസംക്രമ പൂജ നടക്കുകയുള്ളൂ. ഇനി മുതൽ എന്ന പിണറായി വിജയൻ വാർത്താ സമ്മേളനം ഇടവേള.